നയൻ സ്റ്റോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയിൽ നിന്നും സത്യങ്ങളെല്ലാം അറിഞ്ഞ ബാലചന്ദ്രൻ വല്ലാത്ത വിഷമത്തിലും ടെൻഷനിലുമായിരുന്നു ആ രാത്രി. താൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും തൻ്റെ മക്കളെ തൻ്റെ കയ്യിൽ ഒതുങ്ങി കിട്ടിയില്ലല്ലോ എന്ന വളരെ വിഷമത്തിൽ തന്നെയായിരുന്നു ബാലചന്ദ്രൻ. താൻ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും താൻ എത്രയൊക്കെ നോക്കിക്കൊണ്ട് നടന്നിട്ടും തൻ്റെ കുടുംബം തൻ്റെ കയ്യിൽ നിന്നും ഛിന്ന ഭിന്നമായി പോയി. താൻ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചത് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഈ കണ്ട 25 വർഷവും ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഒരു ചതിയുടെ മാത്രം മുഖംമൂടിയാണെന്ന് മനസ്സിലാക്കി ആ നിമിഷം മുതൽ താൻ തകർന്നു തുടങ്ങിയതാണ്. ഇപ്പോഴും ആ തകർച്ചയ്ക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എല്ലാ അർത്ഥത്തിലും, മക്കളായിട്ടും ഭാര്യയായിട്ടും. ഞാൻ ഒരാളോടും ഒരു ദ്രോഹവും ഇതുവരെ ചെയ്തിട്ടില്ല. എന്നിട്ടും തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നെല്ലാം ആലോചിച്ച് ബാലചന്ദ്രൻ കിടക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ചിന്തകളെ മറികടന്നുകൊണ്ട് ഉറക്കത്തിലേക്കാഴ്ന്നു. ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. എങ്ങനെയൊക്കെ വന്നാലും ഈ വിവരങ്ങളെല്ലാം തന്നെ വൈജയെ അറിയിച്ചിരിക്കും. പലപ്പോഴും അലീനയായിട്ടും കൃഷ്ണമോളായിട്ടും ബബിതയുടെ പോക്കുകളൊന്നും ശരിയല്ലെന്ന് വൈജയെ പറഞ്ഞ് ധരിപ്പിച്ചതാണ്. ഒരു വട്ടം പോലും അവൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ സ്വയം ഞാൻ ഒരു കുഴപ്പവുമില്ലാത്ത സ്ത്രീയാണെന്നും ഞാൻ എല്ലാം തികഞ്ഞവളാണെന്നും വിശ്വസിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമായിരുന്നല്ലോ എനിക്ക് പറ്റിയ പിഴവുകളെക്കുറിച്ചും എനിക്ക് പറ്റിപ്പോയ തെറ്റുകളെക്കുറിച്ചും. ഒരു നിമിഷം അത് മാത്രം ചിന്തിച്ചിരുന്നുവെങ്കിൽ തൻ്റെ മക്കളെയും അവൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. തനിക്ക് പറ്റിയ തെറ്റുകളൊന്നും തന്നെ തൻ്റെ മക്കൾക്ക് വരരുതെന്ന്. പക്ഷേ താനാണ് ശരി, താൻ എല്ലാം കൊണ്ടും തികഞ്ഞവളാണ് എന്ന ഒരു ഭാവം, അത് ഏതൊരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും തകർച്ചയ്ക്ക് അതുമാത്രമാണ് കാരണം. പിറ്റേ ദിവസം നേരം വെളുത്ത് ബാലചന്ദ്രൻ എഴുന്നേറ്റ് താഴേക്ക് വരുമ്പോൾ ബബിത ചെടിക്കൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗാർഡനിൽ. ന്യൂസ് പേപ്പർ കയ്യിലെടുത്ത് സിറ്റ് ഔട്ടിൻ്റെ ഒരു വശത്ത് ചെയറിലായി ബാലചന്ദ്രൻ ഇരിപ്പുറപ്പിച്ചു. അവിടെ നിന്നും ബബിത അച്ഛനെ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ ബബിതയ്ക്ക് അച്ഛനോട് സംസാരിക്കാനോ മുഖത്ത് നോക്കാനോ വല്ലാത്ത വിഷമം. അവൾക്ക് മനസ്സുകൊണ്ട് ഉറപ്പായിരുന്നു ചേച്ചി അച്ഛനെ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. കുറച്ചു സമയം ബാലചന്ദ്രൻ ബബിതയെ തന്നെ നിരീക്ഷിച്ചു. ബബിതയ്ക്ക് ഒരു മാറ്റവുമില്ല. ബബിത ഒന്ന് തിരിഞ്ഞു പോലും തന്നെ നോക്കുന്നില്ല. എന്നാൽ താൻ വരുന്നതും താൻ അവിടെ വന്നിരിക്കുന്നതെല്ലാം അവൾ തന്നെ കണ്ടിട്ടുണ്ടെന്ന് ബാലചന്ദ്രന് ഉറപ്പായിരുന്നു. തൻ്റെ മുഖത്ത് നോക്കാൻ അവൾക്ക് വിഷമം കാണും. താൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നും വകവയ്ക്കാതെ തന്നെ ബാലചന്ദ്രൻ ആ ന്യൂസ് പേപ്പർ ഇരുന്നിടത്ത് തന്നെ വെച്ചിട്ട് പതിയെ ബബിതയുടെ അടുത്തേക്ക് നടന്നു. അച്ഛൻ നടന്നു വരുന്നതറിഞ്ഞ ബബിത വല്ലാത്ത ടെൻഷനിലായി. ബബിത ഒരു നിമിഷം അറിയാത്തതുപോലെ തിരിഞ്ഞു നോക്കി. അച്ഛൻ എഴുന്നേറ്റായിരുന്നോ? ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ എന്ന് ബാലചന്ദ്രനും പറഞ്ഞു. അലീന ചെന്ന് ടാപ്പ് ഓഫ് ചെയ്ത് കിച്ചണിലേക്ക് നടന്നു. ഉടനെ തന്നെ കൃഷ്ണമോളോട് പറഞ്ഞു, നീ അച്ഛൻ എഴുന്നേറ്റത് കണ്ടില്ലായിരുന്നോ? ഇല്ല ചേച്ചി, അച്ഛൻ എഴുന്നേറ്റായിരുന്നോ? അച്ഛൻ എഴുന്നേറ്റു സിറ്റ് ഔട്ടിൽ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. നീ എന്താ അച്ഛന് കോഫി കൊടുക്കാതിരുന്നേ? ഞാൻ കണ്ടില്ല ചേച്ചി, അതുകൊണ്ടാണ് കൊടുക്കാതിരുന്നേ. ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് ബബിത കൃഷ്ണയെ മാറ്റി നിർത്തി ബാലചന്ദ്രനുള്ള കോഫി അവൾ റെഡിയാക്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. കൃഷ്ണമോളോട് പറഞ്ഞു, നീ ഈ കോഫി കൊണ്ടുപോയി അച്ഛനൊന്ന് കൊടുക്കാവോ? അതെന്താ? ഓടി വന്ന് തയ്യാറാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ആളായിട്ട് അച്ഛനെ കൊണ്ടുപോയി കൊടുക്കാനായിരിക്കുമെന്ന്. അല്ലടി, ഞാൻ അച്ഛനെ കണ്ടപ്പോൾ പെട്ടെന്ന് കിച്ചണിലേക്ക് വന്നേ ഉള്ളൂ. നീ അതെടുത്ത് അച്ഛനെ ഒന്ന് കൊടുത്തോ? അതെന്താ അതങ്ങനെ? എന്തോ കള്ളത്തരുണ്ടല്ലോ. എൻ്റെ പൊന്ന കൃഷ്ണേ, നീ ഇതൊന്ന് അച്ഛന് കൊണ്ടുപോയി കൊടുക്കാവോ? ശരി ശരി, ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോഫിയുമായി കൃഷ്ണമോള് അച്ഛൻ്റെ അടുത്തേക്ക് പോയി. ബാലചന്ദ്രൻ ബബിതയെ കാത്തു തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ബാലചന്ദ്രൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കോഫിയുമായി വന്നത് കൃഷ്ണമോളായിരുന്നു. കൃഷ്ണമോളുടെ അടുത്ത് നിന്നും കോഫി വാങ്ങിച്ച് ബാലചന്ദ്രൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. അതിനുശേഷം ബാലചന്ദ്രൻ ചോദിച്ചു, ഇതെന്തിപ്പോൾ എനിക്ക് കോഫി എടുക്കാൻ പോയത് മറ്റൊരാളായിരുന്നല്ലോ, ആ ഡ്യൂട്ടി നിന്നെ ഏൽപ്പിച്ചോ? അതന്നെ അച്ഛാ എനിക്കും മനസ്സിലാവാത്തത്. അച്ഛൻ എഴുന്നേറ്റ് വന്നു, അച്ഛന് കോഫി കൊടുത്തില്ലേന്ന് ചോദിച്ചിട്ടുണ്ട് വലിയ ആളായിട്ട് തുള്ളി തുള്ളി കിച്ചണിലേക്ക് വന്നു.
എന്നെ മാറ്റി നിർത്തി കോഫി തയ്യാറാക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി എനിക്ക് തന്നിട്ട് പറയുക അച്ഛനെ കൊണ്ടുപോയി കൊടുക്കാൻ. എനിക്കും മനസ്സിലായില്ല അതെന്താ അങ്ങനെയെന്ന്. ആർക്കും ഒന്നും മനസ്സിലാവില്ല. എല്ലാവരും അച്ഛനെ മണ്ടനാക്കാനല്ലേ ശ്രമിക്കുന്നത്. കൃഷ്ണമോൾക്ക് അച്ഛൻ്റെ ആ പറച്ചിലിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. കൃഷ്ണമോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞ് നടക്കാൻ നേരം ബാലചന്ദ്രൻ പിന്നിൽ നിന്ന് വിളിച്ചു, കൃഷ്ണമോളെ. കൃഷ്ണമോൾ തെല്ലെന്ന് ഭയന്നുകൊണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് അച്ഛനെ തിരിഞ്ഞു നോക്കി. എന്താ അച്ഛാ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഓ, പോകുന്നുണ്ട്. ഞാൻ കിച്ചണിൽ ചെറിയൊരു പണിയിലായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ റെഡിയായി അങ്ങ് സ്കൂളിലേക്ക് പോയാൽ മതിയല്ലോ. ആണല്ലേ. എന്നോട് നീ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഹേയ് ഇല്ലച്ചാ, ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് എന്ത് മറച്ചു വെക്കാനാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. കൃഷ്ണമോൾക്ക് മനസ്സുകൊണ്ട് പേടിയാണ്. അലീന ചേച്ചി ഒന്നും പറയരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും പറഞ്ഞു പോയി അച്ഛൻ അത് താങ്ങാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ചേച്ചി തന്നെ കൊന്നു കളയുമെന്ന് കൃഷ്ണമോൾക്ക് ഉറപ്പായിരുന്നു. കൃഷ്ണമോൾ ഉടനെ തന്നെ ചെന്ന് കിച്ചണിൽ നിൽക്കുന്ന ബബിതയോട് പറഞ്ഞു, അതെ, അച്ഛൻ വല്ലാത്തൊരു കുത്തിയൊക്കെ ഉള്ളൊരു വർത്തമാനം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു ചേച്ചി. അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? എൻ്റെ പൊന്ന് കൃഷ്ണേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അച്ഛനോടെല്ലാം ചേച്ചി പറയുന്നു. നീ വേണമെങ്കിൽ ചേച്ചിയെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക് അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോന്ന്. അപ്പോൾ നിനക്ക് മനസ്സിലാവുമല്ലോ എന്ന് ബബിത പറഞ്ഞു തീരുന്നതിന് മുമ്പായിട്ട് ബാലചന്ദ്രൻ ബബിതയെ വിളിച്ചു. ബബിതേ, ഒന്നിങ്ങ് വന്നേ. ആ, ദേ വരുന്നു അച്ഛാ എന്ന് ബബിത മറുപടി പറഞ്ഞു. ബബിത കൃഷ്ണമോളോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം. നീ ഒന്ന് ചേച്ചിയെ വിളിച്ച് ചോദിക്കേ, ചേച്ചി അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന്. ബബിത ബാലചന്ദ്രൻ വിളിച്ചെടുത്തേക്ക് ചെന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന കോഫി കുടിച്ച് ആ കപ്പ് ബബിതയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ബബിതയോട് പറഞ്ഞു, നീ എൻ്റെ ഒപ്പം ആ റൂമിലേക്കൊന്ന് വന്നേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ബബിതയുടെ കയ്യും കാലും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങി. ബബിതയ്ക്ക് എല്ലാ കാര്യത്തിലൊരു വ്യക്തത വന്നു. ബബിത കിച്ചണിലേക്ക് കൃഷ്ണമോളെ നോക്കി. കൃഷ്ണമോൾ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യുന്നുണ്ടെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. ബബിത അച്ഛനുമൊപ്പം അച്ഛൻ്റെ റൂമിലേക്ക് നടന്നു. ഇപ്പുറം കിച്ചണിൽ കൃഷ്ണമോൾ അലീനയോട് സംസാരിക്കുകയാണ്. ബബിത പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. കൃഷ്ണമോളോട് അലീന അച്ഛനുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിതെല്ലാം പറയുമായിരുന്നു, നിങ്ങൾ പറയുന്ന പോലെയല്ല മോളെ. എല്ലാം കെട്ടടങ്ങിയതിന് ശേഷം അച്ഛനോട് പറയുമ്പോൾ അച്ഛന് ഇപ്പോൾ ഉള്ളൊരു മനസ്സമാധാനം അതെന്തായാലും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയരുതെന്ന് പറഞ്ഞത്. പിന്നെ പറയാതിരുന്നിരുന്നുവെങ്കിൽ എല്ലാം കൊണ്ടും പ്രശ്നമാവുകയും ചെയ്യുമായിരുന്നു. അച്ഛൻ ഞങ്ങളെ നമ്മുടെ അവിടെ സിറ്റിയിൽ വെച്ച് കണ്ടായിരുന്നു. ഞങ്ങൾ ബബിതയെ കൊണ്ടുവന്ന് ഒരു ബസ് സ്റ്റോപ്പിലാണല്ലോ കാറിൽ നിന്ന് ഇറക്കി വിട്ടത്. അവിടെ അച്ഛനുണ്ടായിരുന്നു അത്രേ. അച്ഛൻ കണ്ടിരുന്നുവെന്ന്. അച്ഛനത് ചോദിക്കാനിരിക്കുന്ന സമയത്ത് തന്നെയാണ് കറക്റ്റ് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അച്ഛൻ്റെ ടെൻഷനൊക്കെ കൂടത്തേ ഉള്ളുമായിരുന്നു. അലീന കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇതെല്ലാം മോൾ എന്നോട് ചോദിക്കാൻ എന്താ ഇപ്പം കാര്യം? അതിരാവിലെ തന്നെയാണല്ലോ, എന്താ പ്രശ്നം? ഏയ് പ്രശ്നമൊന്നുമില്ല ചേച്ചി. അച്ഛനെ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ചോദിക്കുക അച്ഛൻ്റെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. അത് കഴിഞ്ഞ് ചേച്ചിയെയും വിളിച്ച് അച്ഛൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു. എന്നോടൊന്നും വേറെ ചോദിച്ചില്ല. അച്ഛൻ്റെ എല്ലാം കൂടിയുള്ള ചോദ്യം കേട്ടപ്പോൾ എനിക്കും ആകെ ഒരു ടെൻഷൻ കയറി. അതുകൊണ്ടാണ് ആ ഒരു ടെൻഷൻ ഒന്ന് അവസാനിപ്പിക്കാമല്ലോ എന്ന് കരുതി ചേച്ചിയെ വിളിച്ചത്. അപ്പോൾ ഉറപ്പാണല്ലേ ചേച്ചി അച്ഛൻ ബബിത ചേച്ചിയെ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തന്നെയാണ് അല്ലേ? അതെ, ചോദിച്ചറിയാൻ തന്നെയാണ്. അയ്യോ ചേച്ചി, അച്ഛൻ അടിക്കുമോ ഇനി? ഇല്ല മോളെ, അച്ഛനൊന്നും പറയത്തില്ല. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞിട്ട് അച്ഛൻ എങ്ങനെയാടി അവളോട് ചോദിക്കാതെ പറയാതെ ഇരിക്കുന്നത്? അച്ഛനായിപ്പോയില്ലേ ചേച്ചി. എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ ബബിത ചേച്ചി ഇന്നലെ പറയുകയും ചെയ്തു, അച്ഛൻ അടിച്ചാലും തല്ലിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അച്ഛനിനി വെറുപ്പ് കാണിക്കാതെ ഇരുന്നാൽ മതിയെന്ന്. എനിക്കും അത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു.
ഇപ്പം എന്നോടും ചേച്ചിയോടും ഒക്കെ അച്ഛന് വളരെ സ്നേഹമാണ്. മോളെ, ആ സ്നേഹമൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും, അതിനേക്കാൾ കൂടുതലുണ്ടാവും. നീ ടെൻഷൻ അടിക്കാതെ ഇരിക്കേ. എന്നാൽ മറുവശത്ത് ബാലചന്ദ്രൻ്റെ മുറിയിൽ ചെന്ന് ബാലചന്ദ്രൻ ഒരു ചെയറിട്ട് തന്നെ ബബിതയെ അതിലിരുത്താണ്. അതിന് നേരെ തന്നെ ബാലചന്ദ്രനും കട്ടിലിലായി ഇരിപ്പുറപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ ബബിതയോട് ചോദിക്കുകയാണ്, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എന്നോട് പറയാൻ നിനക്ക് തോന്നാതിരുന്നത്? ബബിതയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. കാരണം എന്താണ് പ്രശ്നമെന്നോ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്നോ എന്നൊന്നും അച്ഛൻ ചോദിക്കുന്നില്ല. അച്ഛനോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രമാണ് അച്ഛൻ്റെ ചോദ്യം. അതിനെന്താണ് താൻ മറുപടി പറയേണ്ടത് എന്നാലോചിച്ചിട്ട് ബബിതയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുകയാണ്. വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ബബിതേ, നിന്നോടാണ് ഞാൻ ചോദിച്ചത്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിനക്ക് എന്നോടത് തുറന്ന് പറയാൻ കഴിയാതിരുന്നത്? അപ്പോൾ ബബിത തന്നെ പറയുകയാണ്, അച്ഛാ, ഇതൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു തെറ്റ് വന്നാൽ ഒരച്ഛനും അമ്മമാരും സഹിക്കില്ലെന്നും ഇപ്പോൾ എനിക്കറിയാം. പിന്നെ അച്ഛൻ്റെ സിറ്റുവേഷനും എനിക്കറിയാം. ഞാനിതൊക്കെ വന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന അച്ഛനായിരിക്കില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ പേടിച്ചിട്ടാണ് അച്ഛനോടൊന്നും പറയാതിരുന്നത്. അച്ഛനെന്നോട് പൊറുക്കണം. ഇനി ഇങ്ങനെ ഒരു തെറ്റൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിന്നോട് പലപ്പോഴും പലരും പറഞ്ഞു തന്നതല്ലേ, നീ സഞ്ചരിക്കുന്ന വഴിയൊന്നും ശരിയല്ലെന്ന്, അതൊക്കെ തിരുത്തണമെന്ന്. എന്നിട്ട് പോലും നിനക്ക് എന്തുകൊണ്ടാണ് അതൊന്നും തോന്നാതിരുന്നത്? ഇപ്പോൾ സ്റ്റാൻലിയും അലീനയും ഇടപെട്ട് ഇത്രയും വലിയ പ്രശ്നം അവർ സോൾവ് ആക്കിയെടുത്തു. നിനക്ക് തോന്നുന്നുണ്ടോ ഇതിത്രയ്ക്കും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന്? നിനക്ക് നല്ല പോലെ അറിയാലോ, നിൻ്റെ അമ്മയ്ക്ക് പറ്റിയ ഒരു തെറ്റാണ് അലീന. അത് നിൻ്റെ മുമ്പിൽ അത് നീ കണ്ടതുകൊണ്ട് മാത്രമാണ് നീ ചെയ്തു പോയതെല്ലാം തെറ്റാണെന്നും നീ സഞ്ചരിക്കുന്ന വഴിയെല്ലാം തെറ്റാണെന്നും മനസ്സിലാക്കി നീ അത് തിരുത്താൻ ശ്രമിച്ചത്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ സ്റ്റാൻലി എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കുടുംബത്തിന് തീർത്തും ഒരു ശത്രുവിനെ പോലെയാണ്, അല്ലേന്ന് നിനക്ക് തോന്നുന്നില്ലേ? പക്ഷേ ഞാൻ പോലും അയാളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ബബിതേ. അങ്ങനെ ഒരാളാണ് നിന്നെ സഹായിക്കാൻ വന്നത്. അതുമാത്രമല്ല, ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെ നിനക്ക് ഏറ്റവും വലിയ ശത്രുവായിരുന്നു അലീന. നിൻ്റെ കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ലേ നീ അലീനയെയും സ്നേഹിച്ചത്? അങ്ങനെയൊന്നും അല്ല അച്ഛാ. എനിക്ക് ചേച്ചിയെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ അച്ഛൻ പറഞ്ഞതിലും സത്യമുണ്ട്. അലീന ചേച്ചിക്ക് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അച്ഛാ. കൃഷ്ണമോൾ ആദ്യം പറഞ്ഞപ്പോൾ എനിക്കതൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വേറെ ആരും സഹായിക്കാനില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അത് തന്നെയാണ് നല്ല വഴിയെന്ന് എനിക്കും തോന്നി. നീ ചെയ്തതിനെക്കുറിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ബബിതേ? അച്ഛൻ എന്നോട് പൊറുക്കണം അച്ഛാ. എനിക്ക് അറിയാം ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്ന്, അല്ലെങ്കിൽ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത തെറ്റാണെന്ന്. അച്ഛൻ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അച്ഛൻ്റെ കാൽക്ക് തന്നെ വീഴാണ്. അവൾ കാക്ക കിടന്ന് ഒരുപാട് കരയുന്നുണ്ട്. അച്ഛനോട് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റോ ഒരിക്കലും എന്നെക്കൊണ്ട് അച്ഛനൊരു ബുദ്ധിമുട്ടോ നാണക്കേടോ ഉണ്ടാക്കില്ല, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് അവൾ കരയാണ്. ബാലചന്ദ്രൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവൾ ബാലചന്ദ്രൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവൾ പറയാണ്, അച്ഛാ, എന്നെ വെറുക്കരുത്. അച്ഛൻ അറിയാലോ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അതൊക്കെ അറിഞ്ഞുകൊണ്ടും പുറത്തുകൊണ്ടുമല്ലേ അച്ഛൻ എന്നോട് ക്ഷമിച്ചത്. അതേപോലെ തന്നെ അവരെ സ്നേഹിക്കുന്ന പോലെ അച്ഛൻ എന്നെയും സ്നേഹിക്കണം. ഇനി ഒരിക്കലും അച്ഛനൊരു വെറുപ്പ് ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കില്ല അച്ഛാ. ഞാനിനി അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പഠിച്ചോളാം. ഒരു ലക്ഷ്യമുണ്ട് എനിക്കിനി. ആ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഇനി എൻ്റെ ജീവിതം. അലീന ചേച്ചിയോടും എനിക്കൊരു യാതൊരു ദേഷ്യവും ഇല്ല അച്ഛാ. എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ ഞാനിപ്പോൾ കാണുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അവർ അച്ഛനും മകളും കൂടി പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ആവുന്നുണ്ട്. ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട്, നീ അലീനയെ എത്രയൊക്കെ ശത്രുവായി കണ്ടാലും ഇനിയും
തുടർന്നും നീ അവളെ ശത്രുവായി കണ്ടാലും നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവളെ ഉടൻ തന്നെ ഓടി വരുന്നു. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ബബിതേ? അറിയാച്ച, എനിക്കത് മനസ്സിലായി. ചെല്ല്, നീ എന്തായാലും ഫ്രഷായി കോളേജിലൊക്കെ പോകാൻ നോക്ക്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും ഇങ്ങനെയൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളെ താഴേക്ക് തന്നെ പറഞ്ഞേക്കാണ്. ബബിത കരഞ്ഞുകൊണ്ട് തന്നെ കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കൃഷ്ണമോളോട് അച്ഛൻ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷ്ണമോള് ബബിതയോട് പറയുന്നുണ്ട്, ഇത്രയല്ലേ ചേച്ചി സംഭവിച്ചുള്ളൂ. അലീന ചേച്ചി ഈ കാര്യത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നെന്ന് ചേച്ചി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അച്ഛൻ ഒരുപാട് നാണം കെടുമായിരുന്നു. ചേച്ചിയും വിചാരിച്ച പോലെയൊന്നും ഇതിൽ നിന്നും ഊരിപ്പോരാനൊന്നും പറ്റില്ലായിരുന്നു. എന്തായാലും ഇത് നല്ല രീതിക്ക് തന്നെ അവസാനിച്ചല്ലോ ചേച്ചി. എല്ലാം പോട്ടെ, സാരില്ല. വാ, നമുക്ക് എന്തായാലും ഫ്രഷായി സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും അവരവരെ റൂമിലേക്ക് പോവാണ്. ഇതേ സമയം ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രൻ തനിയെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. കൃഷ്ണമോളോടും ബബിതയോടും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ കേട്ടോ, അച്ഛൻ കഴിച്ചു എന്ന് പറഞ്ഞ് തിരിച്ച് റൂമിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ബാലചന്ദ്രൻ ഇവരെ രണ്ടാളും സ്കൂളിൽ പോയതിന് ശേഷം തനിയെ വൈജയന്തിയെ കയ്യിൽ കിട്ടാനായിട്ട് നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് പറയുന്നുണ്ട്, ഗോവർദ്ധ, എനിക്ക് ചെറിയ ഒരു പരിപാടികളുണ്ട്. ഞാൻ എന്തായാലും ഷോപ്പിലേക്കൊക്കെ എത്താൻ വൈകും. താൻ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യണം. ബാങ്കിൽ പോകണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഗോവർദ്ധനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ഇതേ സമയം താഴെ ബബിതയും കൃഷ്ണമോളും അവരുടേതായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ കോളേജിലും സ്കൂളിലേക്കും പോകാനായി തയ്യാറാവുകയാണ്. അച്ഛനെ വിളിച്ചിട്ട് അവർ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അവർ പോയി എന്നുറപ്പാക്കിയ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. താഴെ ലിവിങ് റൂമിൽ വന്ന് സോഫയിലായിട്ട് ബാലചന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അവരെല്ലാം പോയി എന്നുറപ്പ് വരുത്തിയതിന് ശേഷം തന്നെയാണ് വൈജയന്തിയും കുളിച്ച് ഫ്രഷായി ബാങ്കിലേക്ക് ഇറങ്ങുന്നത്. ഇതേ സമയം ബാലചന്ദ്രൻ വൈജയന്തിയെ വിളിക്കുന്നുണ്ട്. എവിടേക്കാണ്? ഒന്ന് സംസാരിക്കണമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അതുവരെ ഇല്ലാത്തൊരു സംസാരമോ എന്ന രീതിയിൽ വൈജയന്തി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിൽ അങ്ങനെ സംസാരിക്കാറും കാര്യങ്ങൾ പറയാറും ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിശയത്തോടു കൂടി ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ വീണ്ടും വൈജയന്തിയോടായി ചോദിക്കുന്നുണ്ട്, സംസാരിക്കാനായിട്ട് സമയമുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാനല്ലല്ലോ, എന്നോട് സംസാരിക്കാനല്ലേ ആർക്കും താല്പര്യമില്ലാത്തത്. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി തന്നെയാണ് നിങ്ങൾക്കിടയിലേക്ക് വരാതെ മാറി നിൽക്കുന്നത്. നിങ്ങൾക്കെന്തെങ്കിലും എന്നോടുള്ള ഈ വെറുപ്പും അകൽച്ചയും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. എല്ലാവർക്കും എല്ലാ വെറുപ്പും എല്ലാ കാലമൊന്നും കൊണ്ടു നടക്കാൻ കഴിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് മാറ്റിയെടുക്കേണ്ടത് എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ചെയ്തു പോയതൊക്കെ തെറ്റാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വൈജ അതിന് മാത്രം മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. ബാലചന്ദ്രൻ വീണ്ടും വൈജയന്തിയോട് ചോദിക്കുകയാണ്. ചോദ്യം വൈജയന്തിയോട് തന്നെയാണ്. ചെയ്തു പോയതൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തെറ്റാണെന്ന്? വൈജയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. വൈജ ബാലചന്ദ്രനോടായി പറയുകയാണ്, എനിക്ക് വൈജയ്ക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഓരോ വാക്കുകൾ പറയുമ്പോഴും തൻ്റെ തൊണ്ട ഇടറുന്നതായി വൈജയ്ക്ക് തോന്നി. വൈജ ബാലചന്ദ്രനോടായി പറയുകയാണ്, എനിക്ക് ആ സമയം മുതലേ ഞാൻ ചെയ്തു പോയത് തെറ്റാണെന്ന് തോന്നി തുടങ്ങിയ ആളാണ്. പിന്നെ എല്ലാവരും കൂടി എന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ ആ ജീവിതം വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ പലതും ഞാൻ ക്ഷമിച്ചു, അല്ലെങ്കിൽ പലതും ഞാൻ മറന്നു. അങ്ങനെ ജീവിച്ചു പോകുന്നതല്ലേ. പിന്നെ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മറ്റാരൊക്കെയോ കടന്നു വന്നു, അതും ഞാൻ ആഗ്രഹിക്കാത്തവർ. അതൊക്കെ എനിക്കെങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് എൻ്റെ ആരെല്ലാമോ ആണെന്ന്? അതാണോ ഞാൻ ചെയ്തു പോയ തെറ്റ്? നീ ചെയ്തു പോയ തെറ്റ് അത് മാത്രമല്ലല്ലോ. ഇപ്പോൾ ഞാൻ അതൊന്നും പറയാനല്ല നിന്നെ വിളിച്ചു നിർത്തിയത്. പിന്നെ നീ ചോദിച്ചില്ലേ നിനക്ക് ആരെല്ലാമോ ആണെന്ന് അറിയാതെയാണ് നീ അതൊക്കെ ചെയ്തു പോയതെന്ന്. വീട്ടിൽ നിൽക്കുന്ന
ഒരു സാധാരണ ഒരു പെണ്ണിനോട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണോ നീ അവളോട് ചെയ്തു കൂട്ടിയിരുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം മക്കളെ പോലെ കരുതേണ്ട ഒരു പെൺകുട്ടിയെ കൊല്ലാൻ പോലും ശ്രമിച്ചില്ലേ? ആങ്ങളമാരെ വിട്ട് കൊല്ലിക്കാൻ നോക്കിയില്ലേ? അതൊക്കെ ഒരു സാധാരണ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളാണോ? ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ഒരു വിഗ്രഹം പോലെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന വൈജയന്തിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. വൈജയുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീർ കവിളിലേക്ക് ഇറ്റ് വീണപ്പോൾ വൈജയന്തിക്ക് അതെല്ലാം പൊള്ളുന്ന പോലെ തോന്നി. ബാലചന്ദ്രൻ്റെ വാക്കുകൾ അത്രയ്ക്കും കട്ടിയുള്ളതായിരുന്നു. അതെ, തന്നെ ഒരുപാട് സ്നേഹിച്ച ആളാണ് ബാലചന്ദ്രൻ. അതിൻ്റെ പകുതി സ്നേഹം പോലും കൊടുക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. താൻ നശിക്കപ്പെട്ടവളാണെന്നുള്ള കുറ്റബോധമായിരുന്നു ആദ്യമെല്ലാം ബാലചന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ. പിന്നെ തൻ്റെ കുടുംബക്കാരോടുണ്ടായിരുന്ന പകയും വിദ്വേഷവും ബാലചന്ദ്രനോടും കാണിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിലുണ്ടായ 3 മക്കളോടും അങ്ങനെയൊക്കെ തന്നെ. താൻ എന്നും കർക്കശക്കാരിയായ ഒരു ഭാര്യയും അമ്മയുമായി മാത്രമാണ് അവരുടെ കൂടെ ജീവിച്ചിരുന്നത്. എല്ലാം ഓർക്കുമ്പോൾ വൈജയന്തിക്ക് മനസ്സുകൊണ്ട് വല്ലാത്ത വിഷമം തോന്നാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കഠിന ഹൃദയവുമായി താൻ അവരോടൊപ്പം ജീവിച്ചത്. വൈജയന്തിയുടെ ചിന്തകളെ മറികടന്നുകൊണ്ട് ബാലചന്ദ്രൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. അറിഞ്ഞില്ലേ പുതിയ കഥ? എന്തെന്ന ഭാവത്തിൽ വൈജയന്തി കണ്ണുകൾ തുടച്ചുകൊണ്ട് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. ബാലചന്ദ്രൻ വീണ്ടും തുടർന്നു. ഇല്ലെന്നറിയാം. കാരണം സ്വന്തമായി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആൾക്ക് ചുറ്റുമുള്ളതൊന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ. അറിയേണ്ട ആവശ്യവുമില്ല. പിന്നെ ഇതിലാരെയും കുറ്റം പറയാനും കഴിയില്ല. ഞാൻ പോലും അറിഞ്ഞത് ഈ കഴിഞ്ഞ നിമിഷമായിരുന്നു. എന്തെന്നായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അധികം കാടുകയറി ചിന്തിക്കേണ്ട വൈജയന്തി. കുടുംബത്തിൻ്റെ മറ്റൊരു നാണക്കേടിൽ നിന്നും കരകയറ്റി കൊണ്ടുവന്നത് തന്നെ പണ്ട് ചതിച്ചിട്ട് പോയ അതേ ആൾ തന്നെ വേണ്ടി വന്നു. ബാലചന്ദ്രൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായിട്ടും അത് വിശ്വസിക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ അതെങ്ങനെ എന്ന ഭാവത്തിലോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നത് ആരുടെ കാര്യമാണെന്നോ ഒന്നും ഒരു വ്യക്തതയില്ലാതെ വൈജയന്തി സ്തംഭിച്ച് നിൽക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.